ലാലു പ്രസാദ്, ഷാനിദ, ഷംസീന ഇവർ അവതരിപ്പിച്ച ചിത്രീകരണം കൂട്ടുകാർ കേട്ടല്ലോ. ഇനി അടുത്ത ഇനം എന്താണ്? ലളിതഗാനം. ലളിതഗാനമാണ് അടുത്ത ഇനം. ആരാണ് ഗായകൻ? സുഹൈൽ അവതരിപ്പിക്കുന്ന ഈ ലളിതഗാനം കൂട്ടുകാരെ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. സുഹൈൽ മനോഹരമായി പാടി ഇല്ലേ കൂട്ടുകാരെ? ഇനി അടുത്ത ഇനം എന്താണ്? അടുത്ത ഇനം പ്രഭാഷണമാണ്. ആരാണ് പ്രഭാഷണം നടത്തുന്നത്? ഷാനിദ എന്ന കൂട്ടുകാരി ഒരു പ്രഭാഷണം നടത്തുന്നു. എന്താണ് ഈ പ്രഭാഷണത്തിലെ വിഷയം ഷാനിദ? മഹാനായ പൈത്തഗോറസിനെ കുറിച്ച്. ആരാണ് ഈ പൈത്തഗോറസ്? ഗണിതശാസ്ത്രജ്ഞൻ. ഏത് ദേശക്കാരനായിരുന്നു? ഗ്രീസ്. ശരി, ഷാനിദയുടെ ഈ പ്രഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം കൂട്ടുകാരെ. വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി എത്രയോ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന പല മഹാന്മാരെ ഈ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പണിപ്പെട്ട് നേടിയ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാഹസപ്പെടേണ്ടി വരിക എന്ന് വന്നാലോ? ലോകപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായ പൈത്തഗോറസിനാണ് ഇത്തരമൊരു വിചിത്രാനുഭവം ഉണ്ടായത്. തന്റെ ഇഷ്ടവിഷയമായ ഗണിതത്തിലെ പല തത്വങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പൈത്തഗോറസ് അതിയായി ആഗ്രഹിച്ചു. പക്ഷേ ഒരൊറ്റ ആളെയും അദ്ദേഹത്തിന് ശിഷ്യനായി ലഭിച്ചില്ല. ഒടുവിൽ പൈത്തഗോറസ് ഒരു പ്രഖ്യാപനം നടത്തി. തന്റെ പക്കൽ നിന്ന് ഒരു ഗണിത തത്വം പഠിക്കുന്നവർക്ക് ഒരു ഗ്രീക്ക് നാണയം വീതം നൽകുന്നതാണ്. അത് കേട്ട് കുറച്ചു പേർ ആ വിദ്യാധനം നേടാൻ അദ്ദേഹത്തിന്റെ അരികിലെത്തി. ശിഷ്യർക്ക് ഗണിത തത്വത്തെക്കാൾ പണത്തോടാണ് ആർത്തിയെന്ന് പൈത്തഗോറസിന് നന്നായി അറിയാമായിരുന്നു. ശിഷ്യരുടെ ഈ മനോഭാവം മാറ്റിയെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു.
ഓരോ ഗണിത തത്വം പഠിപ്പിക്കുമ്പോഴും ശിഷ്യരിൽ ജിജ്ഞാസ വളർത്തിയെടുക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ആ അടവ് ഫലിക്കുകയും ചെയ്തു. ശിഷ്യർ ഗണിതശാസ്ത്രത്തിന്റെ മാസ്മരിക വലയത്തിൽ പൂർണ്ണമായും അകപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ പൈത്തഗോറസ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഗണിത പഠനം ഇനി നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഗണിത പഠനത്തിൽ ഹരം കയറിയ ശിഷ്യന്മാരുണ്ടോ വിടുന്നു? അവർ പറഞ്ഞു: ഗുരു, ഞങ്ങൾക്കിനി പണം വേണ്ട, ഗണിതം മാത്രം മതി. പക്ഷേ പൈത്തഗോറസിന് അത് സമ്മതമായില്ല. ഒടുവിൽ അവർ തമ്മിൽ ഒരു കരാറിലെത്തി. ഓരോ ഗണിത തത്വത്തിനും ഗുരുവിന് 6 ഗ്രീക്ക് നാണയം വീതം ശിഷ്യന്മാർ നൽകിക്കൊള്ളാം എന്നായിരുന്നു ആ കരാർ. എങ്ങനെയുണ്ട് പൈത്തഗോറസിന്റെ തന്ത്രം? ഗ്രീസിന് സമീപമുള്ള സാമോസ് എന്ന ദ്വീപിൽ BC 582 പൈത്തഗോറസ് ജനിച്ചത്. സഞ്ചാര കുതുകിയായിരുന്ന പൈത്തഗോറസ് ബാല്യത്തിൽ തന്നെ അച്ഛനോടൊപ്പം ധാരാളം കപ്പൽ യാത്രകൾ നടത്തിയിരുന്നു. പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഈ യാത്രകളാണ് പൈത്തഗോറസിന്റെ ചിന്തയെ ഉണർത്തിയത്. ഗണിതം, തത്വശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിലെല്ലാം പൈത്തഗോറസ് നല്ല അവഗാഹം നേടിയിരുന്നു. ഗണിതശാസ്ത്രത്തിലെ പ്രധാന സിദ്ധാന്തങ്ങളിലൊന്ന് ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു മട്ടത്രികോണത്തിന്റെ കർണവർഗം മറ്റു 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുകക്ക് തുല്യമായിരിക്കുമെന്നതാണ് പൈത്തഗോറസ് സിദ്ധാന്തം. എന്നാൽ പൈത്തഗോറസിന് മുമ്പ് തന്നെ ഈ തത്വം പേർഷ്യ, ഈജിപ്ത്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരും മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ സിദ്ധാന്തത്തിന് ആദ്യമായി തെളിവ് നൽകിയത് പൈത്തഗോറസ് ആണ്. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തെ പൈത്തഗോറസ് സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗണിതവും തത്വശാസ്ത്രവും ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എത്താറുണ്ടായിരുന്നു. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവയെല്ലാം ഗോളങ്ങളാണെന്നും ജ്യോതിർഗോളങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥമാണുള്ളതെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ചന്ദ്രന്റെ സഞ്ചാരപഥം ഭൂമധ്യരേഖയിൽ നിന്നും അല്പം ചെരിഞ്ഞിട്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. BC 497 85-ാമത്തെ വയസ്സിൽ ഇറ്റലിയിൽ വെച്ചാണ് ആ മഹാൻ മരണമടഞ്ഞത്. പൈത്തഗോറസിനെ കുറിച്ച് ഷാനിദ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. കൂട്ടുകാരുടെ അടുത്ത ഇനെന്താണ്? നാടൻപാട്ട്. ആരൊക്കെയാണ് നാടൻപാട്ട് പാടുന്നത്? സലാം റിയാസ്. ഈ കൂട്ടുകാർ ഒരു നാടൻപാട്ട് പാടുന്നു. ഒന്നാം കോഴി കുളക്കോഴി തത്തി തത്തി
UP സ്കൂളിലെ കൂട്ടുകാരുടെ ഇനങ്ങൾ സമാപിക്കുന്നു. എല്ലാ ബാലലോകം കൂട്ടുകാർക്കും ബാലേട്ടന്റെ കൂപ്പുകൈ.